കാത്തുകാത്തിരുന്ന് കേന്ദ്ര ബഡ്ജറ്റ് അവതരിപ്പിക്കപ്പെട്ടു. കേരളത്തിന് വീണ്ടും അവഗണന. ലോക മനസാക്ഷിയെ മുഴുവൻ ഞെട്ടിച്ച സംഭവമായിരുന്നില്ലേ നമ്മുടെ വയനാട് ദുരന്തം. ആ വയനാട്ടിലെ ദുരിതബാധിതർക്കായി യാതൊന്നും തന്നെ ഈ ബഡ്ജറ്റിൽ മാറ്റിവെക്കപ്പെട്ടിട്ടില്ല. അതുപോലെ വിഴിഞ്ഞം പദ്ധതിയെക്കുറിച്ച് യാതൊന്നും തന്നെ പരാമർശിച്ചിട്ടില്ല. ഒരു സംസ്ഥാനത്തിൻ്റെ ന്യായമായ ഒരു ആവശ്യവും പരിഗണിക്കപ്പെട്ടില്ല. നമ്മുടെ പ്രധാനമന്ത്രി ദുരന്തബാധിതരെ കാണാൻ വയനാടെത്തിയപ്പോൾ ഒരു കുഞ്ഞിനെ എടുത്ത് മടിയിൽ വെച്ച് ലാളിക്കുന്നത് കണ്ടത് ഓർമ്മയുണ്ടോ? അന്ന് അദ്ദേഹത്തിൻ്റെ ആ ലാളനയിൽ ആ കുഞ്ഞുൾപ്പെടെയുള്ള ജനം മുഴുവനും അദ്ദേഹത്തിൽ പ്രതീക്ഷയർപ്പിച്ചു. പക്ഷേ അതൊരു നാടകമായിരുന്നു. അല്ലായിരുന്നുവെങ്കിൽ ഈ ബഡ്ജറ്റിൽ തീർച്ചയായും അവരുടെ കണ്ണീരിൻ്റെ വില കാണുമായിരുന്നു. ബീഹാറിന് പ്രത്യേക പാക്കേജുകൾ പ്രഖ്യാപിച്ചു. ബീഹാറിൽ തിരഞ്ഞെടുപ്പ് നടക്കുകയല്ലേ, തീർച്ചയായും പ്രഖ്യാപിക്കണം. അവിടെ മഹാന എന്ന ഒരു താമര വിത്ത്, അത് വളരെ കുറച്ച് ആളുകൾ അതവിടെ ഉപയോഗിക്കുന്നുണ്ട്. ആ താമര വിത്തിൻ്റെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുവാനും വിതരണത്തിനുമൊക്കെയായി മഹാന ബോർഡ് രൂപീകരിക്കാൻ പോവുകയാണ്. തീർച്ചയായും താമരയുടെ വിത്തല്ലേ, രൂപീകരിക്കട്ടെ. അതുകൊണ്ടാണ് വയനാട് ജനതയെ മറന്നുപോയത്? അതും ഇന്ത്യയുടെ ഭാഗമല്ലേ? അതോ അവിടുത്തെ MP കോൺഗ്രസ് ആയതുകൊണ്ടോ? അതോ കേരളം ഭരിക്കുന്നത് കമ്മ്യൂണിസ്റ്റുകാരായതുകൊണ്ടോ? എന്തു തന്നെയായാലും ഒരു രാജ്യത്തിൽ ഏതെങ്കിലും ഒരു സംസ്ഥാനം ദുരന്തം നേരിടുമ്പോൾ അവിടെ രാഷ്ട്രീയം കാണാൻ ശ്രമിക്കരുതേ. ഒരു പ്രധാനമന്ത്രി ദുരിതബാധിത പ്രദേശം സന്ദർശിച്ചു പോയിട്ടും അവിടുത്തെ ദുരിതബാധിതർക്കായി പിന്നീട് പ്രഖ്യാപിക്കുന്ന ബഡ്ജറ്റിൽ ഒന്നും മാറ്റിവെക്കപ്പെടുന്നില്ല എങ്കിൽ അവിടുത്തെ ജനത ആരിലാണ് പ്രതീക്ഷയർപ്പിക്കേണ്ടത്?